ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ഇന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കറ്റാർ വാഴയുടെ ഒരു ചെടിയായിട്ടാണ് വന്നത്. എന്തിനാണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് നല്ല എന്താ പറയാ പ്രകൃതിദത്തമായിട്ട് കെമിക്കൽസ് ഒന്നും അധികം ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് അലോവേര ജെൽ ഉണ്ടാക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലിന് നമ്മൾ വിചാരിക്കുന്ന അത്ര ഗുണമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ആ ചേട്ടൻ പറഞ്ഞത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വേരുണ്ടല്ലോ, അപ്പൊ അത് നട്ട് വെക്കുവാണെങ്കിൽ അത് പിടിച്ചോളും എന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ട്. അപ്പം നമുക്കിതിൽ 2 തണ്ട് ആവശ്യമുള്ളൂ. 2 തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം, ബാക്കി നട്ട് വയ്ക്കാം. നട്ട് വയ്ക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ അടുത്ത ദിവസം ഇപ്പൊ രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അലോവേരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഇത് കണ്ടോ, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു യെല്ലോ കളറിലൊരു ലിക്വിഡ് വരും. അത് നമ്മുടെ സ്കിന്നിന് മിക്കവർക്കും തന്നെ ഇച്ചിങ്ങും, അതായത് ചൊറിച്ചിൽ പോലെ ചെറിയൊരു അലർജി, ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ലിക്വിഡാണത്. അപ്പം അതുകൊണ്ട് തന്നെ കറ്റാർവാഴ നമ്മൾ എപ്പോൾ എടുത്താലും അത് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ കുത്തി നിർത്തണം. അപ്പോൾ ആ ലിക്വിഡ് ഊർന്നൂർന്ന് പോയി തീരും. അതിനുശേഷം നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ അലോവേര ജെല്ല് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ 2 തണ്ടാണ് എടുക്കുന്നത്. നമുക്കൊരു 1 വീക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 1 വീക്ക് അല്ല, ഏകദേശം ഒരു 1.5 ആഴ്ചയൊക്കെ ഉണ്ടാവും നമുക്ക്. അത്രത്തോളം ഉള്ള എന്താ പറയാ ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതേ ഞാൻ കുത്തി നിർത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ ഒരു ടിഷ്യൂല് കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, യെല്ലോ കളറിലെ ലിക്വിഡ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാണ്ടാവും, ചില ആളുകൾ ഡയറക്റ്റ് കറ്റാർവാഴ ചെടിയിൽ നിന്ന് എടുത്തിട്ട് അത് അങ്ങനെ തന്നെ മേത്തും മുഖത്തൊക്കെ പുരട്ടും ചില ആൾക്കാർ. പക്ഷെ അവർക്കൊരു ചെറിയൊരു ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. മിക്കവർക്കും ഒരു 99% ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ അത് മാറ്റി വെച്ചത്. അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തു കേട്ടോ. നമുക്കിനി ഇത് വേണ്ട വെച്ചാൽ കണ്ടിപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. അതെ, അതിനകത്ത് ആ കറയല്ല, ആ ലിക്വിഡ് അതെല്ലാം ആ ടിഷ്യൂലേക്ക് ആയിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് തുടയ്ക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ ആ ഒരു കണ്ടന്റ് ഒക്കെ പോകും നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം തണുത്ത വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. സാധാ വെള്ളം കേട്ടോ, സാധാ പച്ചവെള്ളം ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ അലോവേര കട്ട് ചെയ്തിടുന്നത്. ഒരുപാട് ചെറുതല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ചെറുത് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ജെല്ല് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടിരിക്കാനും, പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ലിക്വിഡല്ല, യെല്ലോ കളറിലെ ലിക്വിഡില്ല, ആ ഒരു കണ്ടന്റ് പെട്ടെന്ന് പോകാനും വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോ നമുക്ക് ഡിസംബർ നല്ല തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആവാനും, അതുപോലെ ഹെയർ ഡ്രൈ ആവാനും ഫ്രിസി ആവാനൊക്കെ ഉള്ള ഒരുപാട് ചാൻസ് ഉണ്ടെന്നല്ല, മിക്കവരുടെയും സ്കിന്നും ഹെയറൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. നമ്മുടെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പകല് നല്ല അടിപൊളി വെയിലായിരിക്കും, കുറ്റാക്കൂര് വെയിലും, അതുപോലെ തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും തണുപ്പ്, രാത്രിയും വെളുപ്പിനൊക്കെ ആകുമ്പോൾ തണുപ്പുമാണ്. നമ്മുടെ ഇവിടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങോട്ടേക്ക് കുറച്ച് പാടമൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കിച്ചണിന്റെ ഡോറ് അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. നല്ല നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും ശരിക്കും, അത്രയും തണുപ്പാണ് നമുക്ക് മോർണിംഗ് ടൈം ഒക്കെ. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും നമ്മളുടെ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാര് നമുക്കിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് ഇത് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അത്രയും കെമിക്കലൊന്നും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, അതിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ആ ലിക്വിഡ്, ആ യെല്ലോ കളറിലെ ലിക്വിഡാണ് വരുന്നത്. നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ അത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ഡിസംബർ സീസണിൽ, മഞ്ഞുകാലം സീസൺ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അലോവേര ജെല്ല് എടുത്ത് വെച്ചിട്ട് നമുക്ക് പ്രോസസ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അതായത് കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഇതാണ്. അപ്പോൾ ഞാൻ വീണ്ടും കഴുകുവാണ് കേട്ടോ. 3-4 തവണ അത് കഴുകി അതിന്റെ ആ ഒരു യെല്ലോ ഷെയ്ഡ് കളഞ്ഞ് നല്ല ഫ്രഷ് ആവുന്നവരെ, അതായത് പശപശപ്പ് പോയിട്ട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇത് പിടിക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും, അതില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നവരെ നന്നായിട്ട് കഴുകണം. ഇനി ഒരു 3-4 തവണ കഴുകിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കഴുകി എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് കഴുകി നീറ്റാക്കി എടുക്കാം.
സത്യം പറഞ്ഞാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ, ഹെയർ കെയർ, ഈ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ആളുകൾ പൈസ ചെലവഴിക്കുന്നത് അല്ലെ. പിന്നെ ചില ആളുകൾ ഡ്രസ്സ് അങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കൂടുതൽ ആളുകൾ എൻ്റെ ഹെയർ അല്ലെങ്കിൽ എൻ്റെ സ്കിന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. കണ്ടോ, ഇതിപ്പോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഈ രീതിയിൽ രണ്ട് സൈഡും കട്ട് ചെയ്തതിനു ശേഷം ഉള്ളിലെ ജെല്ല് മാത്രം നമുക്ക് എടുക്കണം. ആ പച്ച കളറിലെ അതിന്റെ പുറന്തോടില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജെല്ല് മാത്രം ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്കിൻ കെയറിനും ഹെയർ കെയറിനും ആണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ അതിനുള്ള റെമഡി കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളും നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ആ ഒരു പച്ചത്തോട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് കട്ട് ചെയ്യണം. കണ്ടോ, ആ ജെല്ല് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ചില ആളുകൾ ഈ ഒരു രൂപത്തിൽ തന്നെ സ്കിന്നിൽ ഇങ്ങനെ എന്താ പറയാ നന്നായിട്ട് റബ്ബ് ചെയ്ത് ചെയ്യും. നമുക്കിപ്പോ പാക്കൊക്കെ ഇടുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഫേസിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്യണം, അതല്ല ഹെയറിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ടായിരിക്കും മിക്ക പാക്കുകളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല, ഒരു കൂട്ടാണിത്. മാത്രമല്ല വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ അലോവേര ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ ആ ഒരു ഫുൾ ചെടി വാങ്ങിയപ്പോൾ 35 രൂപയാണ് ആയത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് വിറ്റാമിൻ ഇ ക്യാപ്സൂൾസ് ആണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾസ് മിക്കവരുടെയും കയ്യിൽ ഉണ്ടാവും. നമ്മളത് ഷോപ്പിൽ നിന്ന് വാങ്ങണം എന്നില്ല. അത് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് 2 എണ്ണം ഒക്കെ മതിയാവും, 1 or 2 ക്യാപ്സൂൾസ് മതിയാവും. അതിൻ്റെ ഉള്ളിലെ ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ജെലാറ്റിനാണ്. ജെലാറ്റിൻ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആ രൂപത്തിൽ, ജെല്ലി രൂപത്തിൽ നമ്മളുടെ അലോവേര ജെല്ലി ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജെലാറ്റിൻ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്, ജെല്ലിയുടെ ടൈപ്പ് ആവുന്നതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ജെലാറ്റിൻ യൂസ് ചെയ്തേക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജെലാറ്റിൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് അലോവേര ജെല്ലും നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾസും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഇഫക്റ്റീവാണ്, ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഒക്കെ നല്ലൊരു എന്താ പറയുക കൂട്ടാണിത്. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ വാഷ് ചെയ്യണം കേട്ടോ. കുറേ പ്രാവശ്യം വാഷ് ചെയ്ത് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു യെല്ലോ കളറിലെ ആ ഒരു ജെല്ല് വരും. അപ്പം അത് വീണ്ടും നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അത് നമുക്ക് ശരിക്കും ആ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ ശരിക്കും നമുക്ക് അറിയാം, ആ ജെല്ല്, അലോവേര ജെല്ല്, ഉള്ളിലുള്ള ജെല്ല് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല കട്ടിയിലിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇത് ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ക്ലീൻ ചെയ്ത് എടുക്കണം അത്. അപ്പോൾ ഞാൻ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ജെല്ല് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഇനിയും നന്നായിട്ട് ഇത് വാഷ് ചെയ്യണം. തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് ശരിക്കും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ആ ഒരു എന്താ പറയാ വഴുവഴുപ്പ് പോലത്തെ ഒരു സ്കിന്ന് പാടില്ല. അത് ഇച്ചിങ്ങിനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് കളയുന്നത്. അത് വേണ്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് കണ്ടോ, അപ്പോൾ ഏകദേശം അത് പോയിട്ടുണ്ട്. വെള്ളത്തിന്റെ രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ചെറിയൊരു പത പോലെ വന്നേക്കാണോ, അപ്പോൾ ചെറുതായിട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. ഫൈനലി പിന്നെ ഒരു 2-3 തവണയും കൂടെ ഈ ജെല്ല് മാത്രം വീണ്ടും കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ആ ട്രാൻസ്പെറൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ ചിലപ്പോൾ വരാൻ ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുവാണ്. അപ്പം ഞാൻ അരച്ചിട്ട് വരാം. അതെ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ വെള്ളം പോലെ ആവും. മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോൾ ഒരു അരിപ്പയിൽ ഇടിച്ചെടുക്കണം. വെള്ളം താഴേക്ക് വരുന്ന കേട്ടോ. കണ്ടോ, അടിയിലേക്ക് വരുന്ന വെള്ളമാണ്. നല്ല പ്യുവർ അലോവേര ജെല്ലാണ് ശരിക്കും. ഇത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഈ ജെല്ല്, അതായത് ഈ വെള്ളം വാട്ടർ കണ്ടന്റ് ഉള്ള ഈ അലോവേര തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലതാണ്, നല്ല ഗ്ലോ ഉണ്ടാവും.
ഇതിന്റെ കൂടെ വിറ്റാമിൻ ഇ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, സ്കിൻ വൈറ്റനിങ്ങിന്, അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു ടാബ്ലറ്റ് ആണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്. ഞാൻ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഡെയിലി ചായയൊക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അരിപ്പ യൂസ് ചെയ്യരുത് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിനൊരു കയ്പുണ്ട്, ഒരു കയ്പല്ല, നല്ല അടിപൊളി കയ്പുള്ള ഒരു സാധനമാണ് അലോവേര. അപ്പോൾ നമ്മൾ എത്ര കഴുകി എത്രയൊക്കെ ബ്ലെൻഡ് ചെയ്തെടുത്തു എത്രയൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും ഒരു കയ്പ് രസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചായ എടുക്കുന്ന അരിപ്പൊന്നും കൊണ്ടുവന്നിട്ട് ഇത് അരിക്കരുത്. അടുത്ത ദിവസം ചായ എടുക്കുമ്പോൾ ചായ നല്ല കാഞ്ഞിരക്കുരു പോലെ കഴിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. യൂസ് ചെയ്യാത്ത മാറ്റി വെച്ചിട്ടുള്ള അരിപ്പുണ്ടെങ്കിൽ അതാണ്. ഞാനിപ്പോ ഇത് അധികം യൂസ് ചെയ്യാത്ത അരിപ്പയാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. നന്നായിട്ട് കണ്ടോ, വെള്ളം പോലെ തന്നെ നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇതിലിപ്പോ നമ്മള് ചൈന ഗ്രാസ് ഇതാണ്. ഞാൻ ഈ കുപ്പിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ആക്ച്വലി കേശൂട്ടിന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വാങ്ങിയ കുപ്പിയായിരുന്നു, പക്ഷെ അവനതിപ്പോ യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പോ എനിക്ക് ഇങ്ങനത്തെ കുപ്പികളൊക്കെ കളയാൻ ഭയങ്കര മടിയാ, നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുപ്പിയിൽ നമുക്ക് ജെല്ല് സെറ്റാക്കി വെക്കാം. പക്ഷെ ഈ കുപ്പിയിൽ കൊള്ളണത്രയും ഒന്നുമില്ല, കുറവേ ഉള്ളൂ. പക്ഷെ എന്നാൽ കൂടി ഞാൻ ഈ കുപ്പി തന്നെ എടുക്കണേ കേട്ടോ. പൊട്ടണ കുപ്പിയാണ് നല്ലത് ജെല്ലാക്കി വെക്കാനായിട്ട്. പോരാതെ നമ്മൾ ഫ്രിഡ്ജിലും കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പൊ അരിച്ചെടുത്ത നമ്മുടെ ലിക്വിഡ്, അലോവേരയുടെ ലിക്വിഡ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾസ് ആണ്. 1-2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾസ് ഇടാം കേട്ടോ. ഒരുപാട് ഇടണ്ട, ഇത്ര ഉള്ളു. ആകെ നമുക്ക് ഒരെണ്ണം ഇട്ടാലും മതി. ഞാനിപ്പോ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സൂൾസ് ആണ്. ഇത് രണ്ടും പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഇല്ലേ, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്ത് കൊടുക്കാം 1 by 1 ആയിട്ട്. ഒരെണ്ണം ഇട്ടാലും മതി നിങ്ങൾക്ക്, നിങ്ങൾ അളവനുസരിച്ച് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാല് ഞാനിപ്പോ 2 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. ഈ വൈറ്റമിൻ ഇയുടെ ഈ ഉള്ളിലത്തെ ലിക്വിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണമയമുള്ള പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ചൈന ഗ്രാസ്, അതായത് എന്താണ് ചൈന ഗ്രാസിന്റെ മറ്റേ പേര് ജെലാറ്റിൻ, യെസ്, അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചിട്ട് റോസ് വാട്ടറും ഈ ജെലാറ്റിനും കൂടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ സ്മെല്ലിന് വേണ്ടിയിട്ടോ കളറിന് വേണ്ടിയിട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പനിനീര്, അതായത് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്മെല്ലിനുള്ള വേറെ സാൻഡലിന്റെ ലിക്വിഡ് കിട്ടും, അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഈ ചൈന ഗ്രാസ് മീൻസ് ജെലാറ്റിൻ, ഇത് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവട്ടോ. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടോ, ഇടയ്ക്ക് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ചെറു ചൂടാണ്. ഇപ്പോൾ ചെറു ചൂടോട് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. മൊത്തത്തിൽ ഫുൾ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെക്കാം. എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. ചെറുപ്പം ഇപ്പൊ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ ഇത് നമ്മള് ജെലാറ്റിൻ ആഡ് കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിട്ട് ജെല്ലി രൂപത്തിലാവും കേട്ടോ. നമ്മള് ജെലാറ്റിന്റെ പ്രത്യേകത അറിയാലോ, നമ്മള് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ജെലാറ്റിൻ യൂസ് ചെയ്യും. അത് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇതിന് നടുക്കൊരു ഹോളുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ആണ് ഇത് അടച്ചു വെക്കുന്നത്. ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെക്കാം. ഇത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. നമുക്കൊരു 1.5 ആഴ്ചത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഉണ്ടാവും. നിങ്ങൾക്ക് സ്കിന്നിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അളവെടുക്കാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. ഓക്കെ, കണ്ടോ, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഐറ്റം. ജെല്ലി രൂപത്തിൽ തന്നെയാട്ടോ. ഞാൻ കൈയിടാൻ പോയാൽ തന്നെ, സോറി. അത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് വന്ന് സ്പൂൺ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ജെല്ലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ വെച്ചിട്ട് ഒരു 2 hours കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കി അത് സെറ്റ് ആയോന്ന്. അപ്പൊ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നാളെ മോർണിംഗിലേക്ക് ആവുമ്പം അടിപൊളിയായിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം സാധനം നിങ്ങൾക്ക് ഐസ് ക്യൂബ്സിന്റെ ട്രെയിൽ ഇട്ടിട്ട് വെക്കാം. അപ്പം വീഡിയോ എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ.